മഹാകവി കുമാരനാശാന്റെ 100ാം ജന്മവാർഷികം ആചരിക്കാൻ ഒരുങ്ങി തോന്നയ്ക്കലിലുള്ള കുമാരനാശാൻ സ്മാരകം പൊതുസമ്മേളനവും കവിസംഗമവുമാണ് വാർഷികത്തിന്റെ ഭാഗമായി തോന്നയ്ക്കലിൽ നടക്കുക. അതേസമയം കൂടുതൽ ഭൂമി ഏറ്റെടുക്കാനാകാതെ വന്നതോടെ സ്മാരകത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുകയാണ്. ഈ പൂക്കൾക്കും പച്ചപ്പുകൾക്കുമിടയിലാണ് കുമാരനാശാൻ എന്ന മഹാകവിയുടെ സ്മാരകം കുടികൊള്ളുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിലും ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴും ആശാൻ സ്മാരകം എത്തിയിട്ടില്ല. നളിനിയും ലീലയും, ചിന്താവിഷ്ടയായ സീതയും, കരുണയുമെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ അപ്പോഴും ചില സ്വപ്നങ്ങൾ ബാക്കിയാണ്. സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളെല്ലാം നിലച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രം തുടങ്ങിയാൽ മതി എന്നുള്ള നിലയിലാണ്. ഭൂലഭ്യത ഇന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറവുണ്ട്. അപ്പോൾ ആ ഭൂലഭ്യതയ്ക്ക് അകത്തു നിന്നുകൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറവുകൾ വരും. പിന്നെ അന്നത്തെ മുടക്കുമുതലിന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന എസ്റ്റിമേറ്റിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കില്ല. ഇതെല്ലാം തന്നെ വെറും കോൺക്രീറ്റ് മന്ദിരങ്ങളായിട്ടല്ല, വളരെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഈ വീടുകളും താമസ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു നല്ല ഉദ്യാന അന്തരീക്ഷം, ആശാൻ കൃതികളിൽ വിവരിക്കുന്ന ഉദ്യാന അന്തരീക്ഷങ്ങളൊക്കെ ഇവിടെ ഒരുക്കുക എന്നുള്ളതാണ്. സ്മാരകം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തുവെങ്കിലും വികസന പദ്ധതികളിലേക്കുള്ള യാത്രയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിലാണ് നിലവിൽ സ്മാരകം. എന്നാൽ വികസന പദ്ധതികളിലേക്കുള്ള യാത്രയ്ക്ക് ഇപ്പോഴും വേഗത കുറവാണ്. 2002 35 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. 15 ഏക്കർ സ്ഥലത്ത് മഹാകവിയുടെ കൃതികളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഉദ്യാനമായിരുന്നു പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തത്. വിശാലമായ ലൈബ്രറിയും മഹാകവിയെ അറിയാനെത്തുന്നവർക്കുള്ള താമസ സംവിധാനങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സ്ഥലമേറ്റെടുപ്പ് വലിയ പ്രതിസന്ധിയായി. സ്ഥലം വിട്ടു നൽകിയതിനെ ചൊല്ലിയുള്ള തർക്കം കോടതി കയറി. 8 വർഷമായി പദ്ധതി ഇതോടെ നിലച്ച മട്ടിലായി. ഭൂമാഫിയുടെ ഇടപെടൽ പദ്ധതി നടത്തിപ്പിൽ വിലങ്ങ് തടിയായി എന്നാണ് ഭരണനിർവഹണ സമിതിയുടെ വിലയിരുത്തൽ. ഓരോ സ്ഥലങ്ങളും പലരും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പലരും വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്മാരകത്തിന് ലഭിക്കേണ്ടതായ ഭൂമി പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ആരെങ്കിലും തടഞ്ഞതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഭൂമി വിറ്റപ്പോൾ അതിൽ ഇതുപോലെ റിയൽ എസ്റ്റേറ്റുകാരുടെയൊക്കെ ഇടപെടൽ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് ഉള്ള ആളാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എറണാകുളത്തുള്ള ആൾ ഇവിടെ വന്ന് ഭൂമി വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരം സംഘങ്ങളൊക്കെ കാണും. ആശാന്റെ മകൻ പ്രഭാകരൻ തോന്നയ്ക്കലിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഭൂമിയിലാണ് സ്മാരകം നിലനിൽക്കുന്നത്. അന്ന് 79 സെന്റുണ്ടായിരുന്ന ഭൂമി ഇന്ന് 2.5 ഏക്കറോളം എത്തിയെങ്കിലും മഹാകവിയുടെ മഹാസ്മാരകമായി ഇതിനെ മാറ്റാൻ ഇനിയും സമയമെടുക്കും. ഏതായാലും കവി വിട വാങ്ങി 100 വർഷം പൂർത്തിയാകുമ്പോൾ ആശാൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. കാലം വൈകിപ്പോയി, കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി. എന്നാലും ഇനി വൈകരുത്. ഒരു വേള പഴക്കമേറിയാലും ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ആ വെളിച്ചത്തിനായി കാത്തിരിക്കാം. ക്യാമറമാൻ ME സുനിലിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.